നിയമസഭാ തെരഞ്ഞെടുപ്പില് യുഡിഎഫ് നേടിയ ചരിത്രവിജയത്തിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ജന്മനാടായ എറണാകുളത്ത് ആവേശോജ്വല സ്വീകരണം. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വിജയാഘോഷങ്ങൾക്ക് ശേഷം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനില് എത്തിയ അദ്ദേഹത്തെ നൂറുകണക്കിന് പ്രവർത്തകര് ചേർന്നാണ് വരവേറ്റത്. മുഖ്യമന്ത്രി സതീശ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രവർത്തകര് അദ്ദേഹത്തെ ചുമലിലേറ്റിയാണ് സ്റ്റേഷന് പുറത്തേക്കെത്തിച്ചത്. കൊച്ചി നഗരത്തില് നിന്നുള്ളവർക്ക് പുറമേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളില് നിന്നും വലിയൊരു ജനക്കൂട്ടം തന്നെ സ്വീകരണത്തിനായി എത്തിയിരുന്നു. തിരക്കിനിടെ ഒരാള് കുഴഞ്ഞു വീഴുകയും സ്റ്റേഷനിലെ ഇൻഫർമേഷന് കൗണ്ടറിലെ ഗ്ലാസുകൾക്കും സ്കാനറുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കൊച്ചിയിലെ സ്വീകരണത്തിനു ശേഷം അദ്ദേഹം തന്റെ മണ്ഡലമായ പറവൂരിലേക്ക് തിരിച്ചു. അവിടെയും പ്രവർത്തകര് വലിയ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്ന യുഡിഎഫ് 140 മണ്ഡലങ്ങളില് 102 സീറ്റുകൾ നേടിയാണ് അത്യുജ്വല വിജയം കരസ്ഥമാക്കിയത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടിയപ്പോൾ മുസ്ലിം ലീഗ് 22 സീറ്റുകളിലും കേരള കോൺഗ്രസ് 7 സീറ്റുകളിലും വിജയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ഭരണകക്ഷിയായിരുന്ന സിപിഎം 26 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും കേരള കോൺഗ്രസ് സംപൂജ്യരാകുകയും ചെയ്തു. വിസ്മയ വിജയത്തിനു പിന്നാലെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തില് രാഷ്ട്രീയ വൃത്തങ്ങളില് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിനുള്ളില് വിവിധ വിഭാഗങ്ങള് സജീവമാണ്. നിയമസഭാ കക്ഷിയോഗത്തില് തനിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കെ.സി. വേണുഗോപാല്. എന്നാല് ഘടകകക്ഷികളുടെ പിന്തുണയോടെ വി.ഡി. സതീശന് വിഭാഗവും പ്രവർത്തന പരിചയം മുൻനിർത്തി രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും അവകാശവാദങ്ങള് ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തില് പാർട്ടി ഹൈക്കമാൻഡ് ഉടനെ തീരുമാനമെടുക്കുമെന്ന് കെ.സി. വേണുഗോപാലും പാർട്ടി എന്തു തീരുമാനിച്ചാലും അതനുസരിക്കുമെന്ന് വി.ഡി. സതീശനും വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് എ.ഐ.സി.സി. അധ്യക്ഷന് മല്ലികാർജ്ജുന ഖർഗെയുടെ വസതിയില് രാഹുൽ ഗാന്ധിയുടെയും കെ.സി. വേണുഗോപാലിന്റെയും പങ്കാളിത്തത്തോടെ നിർണായക യോഗം നടക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളായ മുസ്ലിം ലീഗും ചർച്ചകള് ആരംഭിച്ചുകഴിഞ്ഞു. മുൻപ് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളില് മാറ്റം വരാന് സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. പകരം ലീഗിന് ആരോഗ്യവകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ലഭിക്കാന് സാധ്യതയുണ്ടെന്നാണ് സൂചനകള്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തില് മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ലെന്നും എല്ലാ ജില്ലകൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നുമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ഹൈക്കമാൻഡ് നിരീക്ഷകരെ ഉടനെ തീരുമാനിക്കുന്നതോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തില് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.